കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. പ്രതിമകളുടെ നഗരം ഏതാണെന്നറിയുമോ? പ്രതിമകളുടെ നഗരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. സ്മാരകങ്ങളുടെ നഗരം ന്യൂ ഡൽഹിയാണ്. ക്ഷേത്രങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തമിഴ്നാടാണ്. ക്ഷേത്ര നഗരം ഒഡീഷയിലെ ഭുവനേശ്വറാണ്. അതുപോലെ തന്നെ മരതക നാടെന്നറിയപ്പെടുന്നത് പനാജി, ഗോവയിലുള്ള പനാജിയാണ് മരതക നാടെന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഉദ്യാന നഗരം എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. അതുപോലെ ഇന്ത്യയുടെ IT തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. അതുപോലെ തന്നെ 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം മുംബൈ. ഇന്ത്യയുടെ ഹോളിവുഡ് എന്നറിയപ്പെടുന്നത് മുംബൈ. അതുപോലെ പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നും മുംബൈ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നു മധ്യപ്രദേശ്. തടാക നഗരം എന്നറിയപ്പെടുന്നത് ഭോപ്പാലാണ്. ലേക്ക് സിറ്റി ഓഫ് ഇന്ത്യ, ആൻസർ ഭോപ്പാൽ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നു ഷിംല. ഹിമാചൽ പ്രദേശിലുള്ള ഷിംലയാണ് ഇന്ത്യയുടെ ആപ്പിൾ നഗരം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നു, എവിടെയാണ്? ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂരാണ്. അതുപോലെ ഇന്ത്യയുടെ ഹരിത നഗരം എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ. എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ലുധിയാന, പഞ്ചാബിലുള്ള ലുധിയാനയാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു ആന്ധ്രാപ്രദേശാണ്. പട്ടിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം തമിഴ്നാട്ടിലാണ്, കർണാടകത്തിലല്ല, തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദും സെക്കന്ദരാബാദുമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു കോയമ്പത്തൂരാണ്. ഉത്തരേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു കാൺപൂർ, അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതുപോലെ ഇന്ത്യയുടെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കൽ, എവിടെയാണ്? നാമക്കൽ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശിനെയാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭൂമിയിലെ സ്വർഗമെന്ന് ജഹാംഗീർ വിശേഷിപ്പിച്ചത് എവിടെയാണ്? കാശ്മീരിനെയാണ്. ഭൂമിയിലെ സ്വർഗമെന്ന് ജഹാംഗീർ വിശേഷിപ്പിച്ചത് ജമ്മു കാശ്മീരിനെയാണ്. ജഹാംഗീറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. അതുപോലെ തന്നെ